ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ്. അതായത് ഞങ്ങൾ ഗുരുവായൂരിലേക്കൊരു യാത്ര പോകുവാണ്. കുഞ്ഞുമോളുടെ ചോറൂണിന് വേണ്ടിയിട്ടാണ് യാത്ര പോകുന്നത്. കുറേയായി ഗുരുവായൂരിൽ നിന്ന് ചോറ് കൊടുക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒരുമിച്ചുണ്ടായ ഒരു ദിവസം പോകാമെന്ന് കരുതി കാത്തു വെച്ച് അങ്ങനെ പോയി കുഞ്ഞിന് 10 മാസമൊക്കെ ആയപ്പോഴാണ് ചോറ് കൊടുക്കാൻ സമയം കിട്ടിയത്, ഗുരുവായൂർ പോകാൻ സമയം കിട്ടിയത്. ഇതിന് മുന്നേ 2 സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ചോറ് കൊടുത്തു. ഇത് ഗുരുവായൂരിൽ നിന്ന് കൊടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചതുകൊണ്ട് ഗുരുവായൂരിൽ നിന്ന് കൂടി കൊടുക്കാമെന്ന്, എപ്പോഴെങ്കിലും പോകുമ്പോൾ കൊടുക്കുക, ആ ഒരു രീതിയിലായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പം സമയം കിട്ടിയപ്പോൾ പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവരെല്ലാവരും കൂടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി ഗുരുവായൂരേക്ക് പോവുകയാണ് അല്ലേ. ഞങ്ങൾ ഗുരുവായൂർ എത്തിയ ഒരു ഉച്ചയാകുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും 2 hours കൊണ്ട് ഞങ്ങൾ ഗുരുവായൂർ എത്തി. അങ്ങനെ റൂമിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോയി. അവർക്ക് അകത്ത് കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കാൻ പോയി. ഞങ്ങൾ അകത്ത് കയറുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഷോറൂമിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടേ അകത്ത് കയറുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നു. അകത്ത് കയറിയില്ല, പുറത്ത് കൂടി ഒന്ന് നടന്നിട്ട് തിരിച്ചു വരുവാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറാനില്ല, അവർ കുറേ ടൈം എടുത്തിരുന്നു. വൈകുന്നേരം കയറി രാത്രി വരെ ക്യൂ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിച്ചു, അങ്ങനെയൊക്കെ പുറത്തൊക്കെ കുറച്ച് സമയം ഇരുന്നു. പിന്നെ റൂമിലേക്ക് വന്നു. ഹലോ, അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിൽ മോൾക്ക് ചോറൂണിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിന്ന് അകത്ത് കയറിയില്ല. ഇപ്പം ഉച്ചക്കാണ് നമ്മളിവിടെ എത്തിയത്. അപ്പം വൈകുന്നേരം എല്ലാവരും അകത്ത് കയറാൻ പോയി. ഞങ്ങൾ നാളെ ചോറൂണ് കഴിഞ്ഞിട്ട് അകത്ത് കയറാന്ന് വെച്ചിട്ട് ഇരിക്കുവാണ്. അപ്പം നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നു. പുറത്തൊക്കെ ചുറ്റി മോൾക്ക് ഒരു ഡ്രസ്സൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് റൂമിൽ വന്ന് റെസ്റ്റ് ചെയ്യാണ്. മോൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇരിക്കുവാണ്. ഇനി ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പോയിട്ട് വേണം ചോറൂണ് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം അകത്ത് കയറാൻ. നമുക്കപ്പം നമ്മളെ റൂം കാണാം. കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സ്പേസാണ്. നമ്മളിവിടെ ഇതൊക്കെ ഇട്ട്, എന്നിട്ട് ഇങ്ങനെ ഇവിടെ വരുമ്പോൾ നമുക്കിതൊരു എക്സ്ട്രാ ബെഡ് ഇട്ട് തന്നതാണ്. ഞങ്ങൾ 7 പേരാണുള്ളത്. അപ്പോൾ 2 റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ബെഡ് ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഒരു റൂം വരുന്നത്, നല്ല ബാത്റൂം. ഇവിടെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെ ഇതാ ഒരു മിററുണ്ട്. അപ്പം ഇതാണ് ഒരു റൂം. അടുത്ത റൂം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു സോഫയൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇതാണ് അടുത്ത റൂം വരുന്നത്. ഇവിടെയും സെയിം ഒരു മിററും ഒരു ഷെൽഫ് വരുന്നുണ്ട്, ബാത്റൂം, ബെഡ്. ഓക്കെ, അലങ്കോലമായി കിടക്കുവാണ്. അങ്ങനെയാണ് ഈ 2 റൂമാണുള്ളത്. അപ്പം നമ്മളിവിടുന്ന് കളിക്കുവാണ്. ഹലോ, അങ്ങനെ ഞങ്ങൾ ചോറൂണിന് പോകാൻ റെഡി ആകുവാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി. ഞങ്ങൾ ഓൾറെഡി ഓൺലൈൻ ബുക്കിംഗ് ചെയ്തതായിരുന്നു. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വരാമെന്ന് അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു. അങ്ങനെ അപ്പം നമ്മളൊരു 7-8 ആ ഒരു ടൈമിന് പോകാമെന്ന് വെച്ചിട്ട് റെഡി ആവുകയാണ്. ക്യൂ നിന്ന് കയറാനൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ പോയി നിൽക്കേണ്ട പണിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി അമ്പലത്തിലേക്ക് പോവുകയാണ്. നേരെ ചോറൂണാണ്. പിന്നെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. എല്ലാം നമ്മൾ ക്ലോക്ക് റൂമിലോ അല്ലെങ്കിൽ റൂമിൽ തന്നെ വെച്ചിട്ടോ ആയിരിക്കണം അകത്തേക്ക് പോകുന്നത്. പിന്നെ നമുക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തുനിന്ന് ചായയൊക്കെ കുടിച്ചു. അതിനുശേഷത്തെ ക്ലിപ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഞാൻ ചോറൂണിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാം. വേറെ ക്ലിപ്സൊന്നും അടുത്തതൊന്നും നമുക്ക് കിട്ടില്ല. അവിടെ ഫോൺ അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ല. അവർ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ 5-10 ഫോട്ടോസ് മാത്രമേ നമുക്ക് ചോറൂണിൻ്റെ ഉണ്ടാവുള്ളൂ. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മമ്മിയൂരും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ടാണ് കഴിച്ചത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. കുറേ ആയിട്ട് ആഗ്രഹിച്ച് നിൽക്കുമായിരുന്നു ഗുരുവായൂരിൽ ആളും കൂടി പോകണമെന്ന്. അത് നടന്നു.
അപ്പോൾ ചോറൂണും കൂടി ആയതുകൊണ്ട് ക്യൂ നിൽക്കാതെ അകത്ത് കയറാൻ പറ്റി. മോൾക്ക് ചോറൂണ് കൊടുത്തതുകൊണ്ട് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മക്കും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഹലോ 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 ഹലോ